Hi all, welcome to AIMS online classes. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് verbsനെ പറ്റിയാണ്. ഇംഗ്ലീഷിലെ verbs എന്ന ടോപ്പിക്കിനെ പറ്റിയാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. verbs രണ്ട് തരത്തിലാണുള്ളത്. ഒന്നാമത്തെ എന്ന് പറയുമ്പോൾ മെയിൻ verb. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുമ്പോൾ auxiliary verb. മെയിൻ വെർബും ഓക്സിലറി വെർബും. മെയിൻ വെർബ് എന്ന് പറഞ്ഞാൽ പ്രധാന ക്രിയ, ഓക്സിലറി വെർബ് എന്ന് പറയുമ്പോൾ സഹായക ക്രിയ എന്ന് പറയും. ഓക്സിലറി വെർബ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് പ്രൈമറി ഓക്സിലറി വെർബും മോഡൽ ഓക്സിലറി വെർബും. പ്രൈമറി ഓക്സിലറി വെർബും മോഡൽ ഓക്സിലറി വെർബും. ഇപ്പൊ മെയിൻ വെർബ് എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ഐ നോ ഹിം. ഐ നോ ഹിം. ഓക്കെ, ഇതിലെ നോ എന്ന് പറയുന്നത് എന്താണ്? V1 ആണ്. നമുക്കറിയാം നോ എന്ന് പറയുന്നത് V1 ആണ്. V1 ഫോം ആണ്. ഓക്കെ, ഐ ന്യൂ ഹിം. ഇതെന്തായി? V2 ഫോം ആയി. V2 ഫോം. ഇതെന്താണ്? പാസ്റ്റ് ആണ്. ഐ നോ ഹിം എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസ് ആണ്. ഐ ന്യൂ ഹിം എന്ന് പറഞ്ഞാൽ അത് പാസ്റ്റ് ടെൻസ് ആയി. ഇനി നോക്കൂ, ഐ ഹാവ് നോൺ ഹിം. ഐ ഹാവ് നോൺ ഹിം ഫോർ 3 years. I have known him for 3 years. I have known him for 3 years. Okay, I have known him for 3 years. ഇവിടെ known എന്ന് പറയുന്നത് എന്താണ്? V3 ഫോം ആണ്. No, new, known. I have known him for 3 years. ഇവിടെ നോക്കൂ, ഇത് പെർഫെക്റ്റ് ടെൻസ് ആയി. പെർഫെക്റ്റ് ടെൻസ് ആയി. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആയി. ഓക്കെ, I know him, I knew him, I have known him for 3 years. ഈ നോ എന്ന് പറഞ്ഞാൽ ഇവിടെ വെർബ്. ഈ വെർബിന്റെ V1 ഫോം ആണ്, V2 ഫോം ആണ്, V3 ഫോം ആണ്. ഓക്കെ, വെർബിന്റെ V1 ഫോം നോ, V2 ഫോം ന്യൂ, V3 ഫോം നോൺ, V3 ഫോം നോൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്സിലറി വെർബുകളെ പറ്റിയാണ്. ഓക്സിലറി വെർബ് എന്ന് പറയുമ്പോൾ സഹായക ക്രിയകൾ രണ്ട് തരത്തിലുള്ള നമ്മൾ ഡിസ്കസ് ചെയ്തു. പ്രൈമറി ഓക്സിലറി വെർബും മോഡൽ ഓക്സിലറി വെർബും. ആദ്യം പ്രൈമറി ഓക്സിലറി വെർബ് എന്താണെന്ന് പറയാം. പ്രൈമറി ഓക്സിലറി വെർബ് 3 ടൈപ്പ് ആണുള്ളത്. ബി, ഡു, ഹാവ്. ബി, ഡു, ഹാവ്. വെർബിന്റെ ബി ഫോംസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, വെർബിന്റെ ബി ഫോംസ് ഈസ്, ആം, are, okay, was, were. മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ been, been. വെർബിന്റെ ബി ഫോംസ് ഏതൊക്കെയാണ്? ഈസ്, ആം, ആർ, was, were, been, was, were, been. ഓക്കെ, ഇതെന്ന് പറയുമ്പോൾ പ്രസന്റ് ടെൻസ് ആയിട്ട് ഉപയോഗിക്കുക. ഇത് പാസ്റ്റ്, ഇത് പെർഫെക്റ്റ്. ഇത് പ്രസന്റിൽ ഉപയോഗിക്കും, പാസ്റ്റില്, പെർഫെക്റ്റില്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. I am a doctor. I am a doctor. വെർബ് ഏതാണ്? am. am എന്നുള്ളതാണ് വെർബ്. പ്രസന്റ് ഫോമിലാണ്. ഓക്കെ, അടുത്ത എക്സാമ്പിൾ. I was working hard. I was working hard. I was working hard. ഇവിടെ was എന്ന് പറഞ്ഞത് പാസ്റ്റ് ഫോമാണ്. I was working hard. ബീൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. I have been working in Mumbai for 2 years. I have been working in Mumbai for 2 years. ഞാൻ 2 വർഷമായിട്ട് മുംബൈയിലാണ് ജോലി ചെയ്യുന്നത്. I have been working in Mumbai for 2 years. ഓക്കെ, അടുത്ത് പറയാൻ പോകുന്നത് വെർബിന്റെ ഡു ഫോംസ് ആണ്. ഡു ഫോംസ് എന്ന് പറയുമ്പോൾ V1 ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഡു, ഡസ് ആണ് V1 ഫോംസ്. V2 ഫോം എന്ന് പറയുമ്പോൾ ഡിഡ്. V3 എന്ന് പറയുമ്പോൾ ഡൺ. ഡൂന്റെ V1 ഫോമാണ് ഡൂൺ ഡസും, V2 ഫോമാണ് ഡിഡ്, V3 ഫോമാണ് ഡൺ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡസിന് എക്സാമ്പിൾ പറയാം. ഹി ഡസ് ചാരിറ്റി വർക്ക് വെൻ ഹി ഹാസ് ടൈം. ഹി ഡസ് ചാരിറ്റി വർക്ക് when he has time. അവൻ സമയമുള്ളപ്പോൾ അവൻ ചാരിറ്റി വർക്ക് ചെയ്യാറുണ്ട്. he does charity work when he has time. ഓക്കെ, ഡിഡിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ he did homework in record time. റെക്കോർഡ് വേഗത്തിൽ ഹോംവർക്ക് തീർത്തു. he did homework in record time. ഓക്കെ, ഡൺ പറഞ്ഞാൽ I have done my homework. I have done my homework. ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്തു. I have done my homework. ഓക്കെ, അടുത്തത് ഹാവിൻ്റെ 3 ഫോംസ് ആണ്.
ഹാവിൻ്റെ V1 ഫോം എന്ന് പറയുമ്പോൾ ഹാസ് ഓർ ഹാവ് ആണ്. V1 ഫോം. V2 ഫോം ഹാഡ്. V3 ഫോം എന്താണ്? ഹാഡ് ആണ്. ഓക്കെ. ഹാവ് ഉപയോഗിക്കുന്നത് ഒന്നാമത്തെ കേസ് എന്ന് പറയുമ്പോൾ ഒരു പൊസഷൻ കാണിക്കാൻ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ I have a car. പൊസഷൻ കാണിക്കാനുള്ളത് മെയിൻ വെർബായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ കണ്ടോ, അതൊരു മെയിൻ വെർബായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. മെയിൻ വെർബായിട്ട് ഐ ഹാവ് എ കാർ എന്ന് പറഞ്ഞാൽ എനിക്കൊരു കാർ ഉണ്ട്. ഐ ഓൺ എ കാർ, എനിക്കൊരു കാർ സ്വന്തമായി ഉണ്ട്. ഐ ഹാവ് എ കാർ എന്ന് പറയുമ്പോൾ എനിക്കൊരു കാർ എന്ന് അർത്ഥം ഒരു മെയിൻ വെർബായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഐ ഹാവ് എ കാർ എന്നുള്ളത് ഒരു പൊസഷൻ കാണിക്കാനാണ്. ഹാവിൻ്റെ അടുത്ത യൂസ് എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് ടെൻസിലും പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും ഒരു ഹെൽപ്പിംഗ് വെർബായിട്ട് ആക്ട് ചെയ്യും. ഒരു ഹെൽപ്പിംഗ് വെർബായിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ഹാവ് നോട്ട് സീൻ ഹിം. ഐ ഹാവ് നോട്ട് സീൻ ഹിം. ഇവിടെ ഹാവ് എന്തായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഹെൽപ്പിംഗ് വെർബായിട്ടാണ് ആക്ട് ചെയ്യുക. ഐ ഹാവ് നോട്ട് സീൻ ഹിം. ഓക്കെ, അടുത്ത ഹാവ് ഉപയോഗിക്കുന്നത് ഹാവ് പ്ലസ് ടു ഇൻഫിനിറ്റീവ്. ഒരു ഫോഴ്സ്ഡ് ആക്ഷൻ കാണിക്കുക. ഒരു ഫോഴ്സ്ഡ് ആക്ഷൻ കാണിക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ഹാവ് ടു വർക്ക് ഹാർഡ്. Okay, I have to work hard. She had to leave her job. ഇവിടെ ഒരു ഫോഴ്സ്ഡ് ആക്ഷൻ കാണിക്കുക. ഐ ഹാവ് ടു വർക്ക് ഹാർഡ്. എനിക്ക് നന്നായി അധ്വാനിക്കേണ്ടതുണ്ട്. ഐ ഹാവ് ടു വർക്ക് ഹാർഡ്. ഷീ ഹാഡ് ടു ലീവ് ഹർ ജോബ്. ഒരു ഫോഴ്സ്ഡ് ആക്ഷൻ ആണ്, സ്വയം അല്ല, അതൊരു ഫോഴ്സ്ഡ് ആക്ഷൻ, നിർബന്ധം കൊണ്ട് ചെയ്യുന്ന. ഐ ഹാവ് ടു വർക്ക് ഹാർഡ്. ഷീ ഹാഡ് ടു ലീവ് ഹർ ജോബ്. അവ ഫോഴ്സ്ഡ് ആക്ഷൻ കാണിക്കാനും ഹാവ് പ്ലസ് ടു ഇൻഫിനിറ്റ് ഉപയോഗിക്കും. ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡൽസിനെ പറ്റിയാണ്, അഥവാ മോഡൽ ഓക്സിലറി വേർബുകളെ പറ്റിയാണ്. ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ക്യാൻ ആൻഡ് കുഡ്. ഇവയെ പറ്റിയാണ്. ഓക്കെ, ക്യാൻ ആൻഡ് കുഡ്. ആദ്യമായിട്ട് പറയുന്നത് ക്യാൻ എന്നത് ഒരു പ്രസന്റ് എബിലിറ്റിയെ കാണിക്കുന്നു. കുഡ് എന്നത് ഒരു പാസ്റ്റ് എബിലിറ്റി കാണിക്കുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീ ക്യാൻ റൈറ്റ് ഇംഗ്ലീഷ് വെൽ. ഒരു എബിലിറ്റി, പ്രസന്റ് എബിലിറ്റി, ഇപ്പോഴൊരു കഴിവിനെ പറ്റും, ഇപ്പോഴൊരു എബിലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോഴൊരു എബിലിറ്റി, ഷീ ക്യാൻ റൈറ്റ് ഇംഗ്ലീഷ് വെൽ. ഓക്കെ, അപ്പോൾ കുഡ് എന്നത് പാസ്റ്റ് എബിലിറ്റി കാണിക്കുന്ന. ഉദാഹരണം പറയുകയാണെങ്കിൽ I could play guitar when I was 7 years old. അതായത് എനിക്ക് 7 വയസ്സുള്ളപ്പോൾ എനിക്ക് ഗിറ്റാർ പ്ലേ ചെയ്യാൻ പറ്റുമായിരുന്നു. ഐ കുഡ് പ്ലേ ഗിറ്റാർ ഒരു പാസ്റ്റ് എബിലിറ്റിയാണ്. പ്രസന്റ്ലി ഇപ്പോൾ എബിലിറ്റി ഉണ്ടാവില്ല, പക്ഷെ പാസ്റ്റ് എബിലിറ്റി എനിക്ക് കഴിയുമായിരുന്നു. ഐ കുഡ് പ്ലേ ഗിറ്റാർ വെൻ ഐ വാസ് 7 years old. ഓക്കെ, അടുത്തത് ക്യാൻ എന്നത് ഒരു ഫ്രണ്ട്ലി റിക്വസ്റ്റ് ആയിട്ട് ചോദിക്കാം. കുഡ് എന്നത് ഒരു ഫോമൽ റിക്വസ്റ്റ് ആയിട്ട് ചോദിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാൻ ഐ ടേക്ക് യുവർ സ്കൂട്ടർ എന്ന് പറയുമ്പോൾ ഒരു ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ്. ക്യാൻ ഐ ടേക്ക് യുവർ സ്കൂട്ടർ, ഞാൻ നിന്റെ സ്കൂട്ടർ എടുത്തോട്ടെ. ക്യാൻ ഐ ടേക്ക് യുവർ സ്കൂട്ടർ. കുഡിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുഡ് ഐ ടോക്ക് ടു ദ മാനേജർ. ഇതൊരു കുറച്ചുകൂടി ഒരു ഫോമൽ റിക്വസ്റ്റ് ആണ്, ഫോമൽ ആയിട്ട് ചോദിക്കുകയാണ്. കുഡ് ഐ ടോക്ക് ടു ദ മാനേജർ, എനിക്ക് മാനേജറുമായിട്ട് സംസാരിക്കാൻ പറ്റുമോ? കുഡ് ഐ ടോക്ക് ടു ദ മാനേജർ ചോദിക്കുക. ഇതൊരു ഫോമൽ റിക്വസ്റ്റ് ആണ്, ഇതൊരു ഫ്രണ്ട്ലി റിക്വസ്റ്റ് ആണ്. ഓക്കെ, അടുത്തത് കുഡിൻ്റെ ഒരു യൂസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു പോസിബിലിറ്റി കാണിക്കാൻ നമുക്ക് കുഡ് ഉപയോഗിക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ സെന്റൻസ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഹൗ ഓൾഡ് ഈസ് ഷീ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് ഷീ കുഡ് ബി 16. അതൊരു പോസിബിലിറ്റിയാണ്. ഷീ കുഡ് ബി 16. അങ്ങനെ ഒരു പോസിബിലിറ്റി കാണിക്കാൻ നമുക്ക് കുഡ് ഉപയോഗിക്കാം. അടുത്തൊരു പെർമിഷൻ
പെർമിഷൻ കൊടുക്കാൻ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ യു ക്യാൻ ഗോ നൗ, യു ക്യാൻ ഗോ നൗ, യു ക്യാൻ ഗോ നൗ. ഒരു പെർമിഷൻ കാണിക്കാൻ, ഒരു പെർമിഷൻ കൊടുക്കാൻ നമുക്ക് ഇവിടെ ക്യാൻ ഉപയോഗിക്കാം. ഓക്കെ, അടുത്തത് ഒരു ഓഫറായിട്ട്, ഒരു ഓഫർ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാൻ ഐ ഹെൽപ്പ് യു ചോദിക്കില്ല, ക്യാൻ ഐ ഹെൽപ്പ് യു, ക്യാൻ ഐ ഹെൽപ്പ് യു. ഒരു ഓഫർ കൊടുക്കുക, ക്യാൻ ഐ ഹെൽപ്പ് യു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ക്യാൻ എന്ന് പറയുമ്പോൾ ഒരു പ്രസന്റ് എബിലിറ്റി കാണിക്കുന്നതാണ്. കുഡ് എന്ന് പറയുമ്പോൾ ഒരു പാസ്റ്റ് എബിലിറ്റി കാണിക്കാനാണ്. ഫ്രണ്ട്ലി റിക്വസ്റ്റ് ആയിട്ട് നമ്മൾ ക്യാൻ ഉപയോഗിക്കും, ഒരു ഫോമൽ റിക്വസ്റ്റ് ആയിട്ട് കുഡ് ഉപയോഗിക്കും. അതുപോലെ തന്നെ ഒരു പോസിബിലിറ്റി കാണിക്കാൻ കുഡ് ഉപയോഗിക്കും, ഒരു പോസിബിലിറ്റി കാണിക്കാൻ കുഡ് ഉപയോഗിക്കും. ഒരു പെർമിഷൻ കൊടുക്കാനായിട്ട് ക്യാൻ ഉപയോഗിക്കും. ഒരു ഓഫർ കൊടുക്കുക, ക്യാൻ ഐ ഹെൽപ്പ് യു, ഒരു ഓഫർ കൊടുക്കാനായിട്ട് ക്യാൻ ഉപയോഗിക്കും. അടുത്ത് പറയാൻ പോകുന്നത് കുഡ് പ്ലസ് ഹാവിന് ഉപയോഗമാണ്. കുഡ് പ്ലസ് ഹാവ് പറയുന്നത് ഒരു പാസ്റ്റ് എബിലിറ്റിയാണ്. പക്ഷേ ആക്ഷൻ നടന്നില്ല, ആക്ഷൻ ഡിഡ് നോട്ട് ടേക്ക് പ്ലേസ്, ആക്ഷൻ നടന്നില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ പോലീസ് കുഡ് ഹാവ് അറസ്റ്റഡ് ഹിം. ദ പോലീസ് കുഡ് ഹാവ് അറസ്റ്റഡ് ഹിം, അതായത് പോലീസിന് അവനെ അറസ്റ്റ് ചെയ്യാമായിരുന്നു, പക്ഷെ എന്ത് ചെയ്തില്ല. ദ പോലീസ് കുഡ് ഹാവ് അറസ്റ്റഡ് ഹിം. അടുത്ത എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യു കുഡ് ഹാവ് ബോറോഡ് മണി, യു കുഡ് ഹാവ് ബോറോഡ് മണി. യു കുഡ് ഹാവ് ബോറോഡ്, നിനക്ക് പൈസ കടം വാങ്ങാമായിരുന്നു പക്ഷെ വാങ്ങിച്ചില്ല. യു കുഡ് ഹാവ് ബോറോഡ് മണി, അതായത് നിനക്ക് പറ്റുമായിരുന്നു പക്ഷെ നീ ചെയ്തില്ല. യു കുഡ് ഹാവ് ബോറോഡ് മണി. ഓക്കെ, അടുത്ത മോഡൽ എന്ന് പറയുമ്പോൾ മേ ആൻഡ് മൈറ്റ് ആണ്. ഓക്കെ, മേ മൈറ്റ്. മേ പറയുന്നത് ഒരു പോസിബിലിറ്റി പറയാനാണ്. മൈറ്റ് പറയുന്നത് പക്ഷേ ലെസ് പോസിബിലിറ്റി, അതായത് ചാൻസ് കുറവാണ്, ലെസ് പോസിബിലിറ്റി എന്ന് കാണിക്കാനാണ്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു സെന്റൻസ് എടുക്കാം, അതായത് ഇറ്റ് മേ റെയിൻ ടുനൈറ്റ്, ഇറ്റ് മേ റെയിൻ ടുനൈറ്റ്. ഓക്കെ, അടുത്ത സെന്റൻസ് ഇറ്റ് മൈറ്റ് റെയിൻ ടുനൈറ്റ്, ഇറ്റ് മൈറ്റ് റെയിൻ ടുനൈറ്റ്. ഇവിടെ ഇറ്റ് മേ റെയിൻ ടുനൈറ്റ് എന്ന് പറയുമ്പോൾ നല്ല സാധ്യത എന്ന അർത്ഥം, അതായത് മഴ പെയ്യാൻ നല്ല സാധ്യത. പക്ഷെ മൈറ്റ് റെയിൻ എന്ന് പറയുമ്പോൾ സാധ്യത കുറവാണ്, സാധ്യത അത്ര വലിയ സാധ്യതയില്ല, ലെസ് പോസിബിലിറ്റി, റിമോട്ട് പോസിബിലിറ്റി കാണിക്കാനാണ് മൈറ്റ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു 70% ചാൻസ് ഉണ്ട്, ഇവിടെ ഒരു 40% ചാൻസ് ഉള്ളൂ. ഏതാ ചാൻസ് കൂടുതൽ പറഞ്ഞാൽ മേ ഉപയോഗിക്കണം. മൈറ്റ് എന്ന് പറയുമ്പോൾ ലെസ് ചാൻസ്, ലെസ് പോസിബിലിറ്റി എന്ന് പറയണം, ലെസ് പോസിബിലിറ്റിയാണ്. റിമോട്ട് പോസിബിലിറ്റി പറയാനാണ് മൈറ്റ് ഉപയോഗിക്കുന്നത്. മേ എന്ന് പറയുമ്പോൾ പോസിബിലിറ്റി പറയാനാണ്. ഓക്കെ, അടുത്ത മേൻ്റെ യൂസ് എന്ന് പറയുമ്പോൾ ഒരു റിക്വസ്റ്റ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മേ ഐ കം ഇൻ ചോദിക്കില്ല, മേ ഐ കം ഇൻ റിക്വസ്റ്റ്. ഓക്കെ, റിക്വസ്റ്റ് ആയിട്ട് മേ ഉപയോഗിക്കാം. അടുത്തത് ഒരു വിഷ് അല്ലെങ്കിൽ ഒരു പ്രെയർ പറയുകയാണെങ്കിൽ മേ യു ലീവ് ലോങ്, മേ യു ലീവ് ലോങ് എന്ന് പറയില്ല, ഒരു വിഷ് അല്ലെങ്കിൽ ഒരു പ്രെയർ ആയിട്ട് പറയും, മേ യു ലീവ് ലോങ്. ഓക്കെ, അടുത്ത പറയാൻ പോകുന്നത് പോസിബിളി അല്ലെങ്കിൽ ലൈക്ലി എന്നത് ഒരിക്കലും മെയിൻ്റെ ഒപ്പം ഉപയോഗിക്കില്ല. പോസിബിളി അല്ലെങ്കിൽ ലൈക്ലി എന്ന് പറയുന്നത് മെയിൻ്റെ ഒപ്പം ഒരിക്കലും ഉപയോഗിക്കില്ല, അത് തെറ്റായ ഉപയോഗമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഹി മേ പോസിബിളി കം ടുമോറോ, ഹി മേ പോസിബിളി കം ടുമോറോ എന്നൊരിക്കലും പറയില്ല, ഇത് തെറ്റാണ്. ഹി മേ പോസിബിളി കം ടുമോറോ എന്ന് പറയില്ല. പോസിബിളി എന്നത് മെയിൻ്റെ ഒപ്പം ഉപയോഗിക്കില്ല. പോസിബിളി അതുപോലെ തന്നെ ലൈക്ലി എന്നത് മെയിൻ്റെ ഒപ്പം ഒരിക്കലും ഉപയോഗിക്കില്ല. എങ്ങനെ പറയാം? ഹി മേ കം ടുമോറോ എന്ന് പറയാം, ഹി മേ കം ടുമോറോ. ഇതാണ് ശരിയായ സെൻറ്റൻസ്. ഓക്കെ, ഇതൊരു സ്പോട്ട് എറർ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഹി മേ പോസിബിളി കം ടുമോറോ എന്ന് ഒരിക്കലും പറയില്ല, ഹി മേ കം ടുമോറോ എന്നേ പറയുള്ളൂ. അടുത്ത മോഡൽ ഓക്സിലറി വെർബാണ് വിൽ ഓർ ഷാൾ. വിൽ ഷാൾ, ഇവിടെ ഉപയോഗത്തെ പറ്റി പറയുന്നത് വിൽ ഷാൾ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പേഴ്സൺ പ്രൊണൗൺ ഉപയോഗിക്കുമ്പോൾ ഐ വി. ഓക്കെ, ഐ വിന്റെ ഒപ്പം ഷാൾ ആണ് ഉപയോഗിക്കുന്നത്. ഒരു ഫ്യൂച്ചർ ടെൻസ് പറയാൻ ഐ വി ഫസ്റ്റ് പേഴ്സൻ്റെ ഒപ്പം എന്താ ഉപയോഗിക്കുന്നത്? ഷാൾ ആണ് ഉപയോഗിക്കേണ്ടത്. സെക്കൻഡ് തേർഡ് പേഴ്സൻ്റെ ഒപ്പം വില്ലാണ് ഉപയോഗിക്കുന്നത്. സെക്കൻഡ്
തേർഡ് പേഴ്സണിനൊപ്പം വില്ലാണ് ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ഷാൾ ഗോ ടു കോളേജ് ടുമോറോ. ഐ ഷാൾ ഗോ ടു കോളേജ് ടുമോറോ. ഒരു ഫ്യൂച്ചർ ടെൻസ്. ഐ ഷാൾ ഗോ ടു കോളേജ് ടുമോറോ. ഐൻ്റെ ഒപ്പം എന്താണ്? ഫസ്റ്റ് പേഴ്സണിനൊപ്പം ഷാൾ ഉപയോഗിക്കുന്നത്. ഐ ഷാൾ ഗോ ടു കോളേജ് ടുമോറോ. ഓക്കെ, അടുത്തത് തേർഡ് പേഴ്സൺ പറയുകയാണെങ്കിൽ ഹി, ഷീ, ഇറ്റ്, ദേ എന്നൊക്കെയാണ് തേർഡ് പേഴ്സൺ. യു എന്നത് സെക്കൻഡ് പേഴ്സൺ ആണ്. യു സെക്കൻഡ് പേഴ്സൺ. തേർഡ് പേഴ്സൺ ഏതൊക്കെയാണ്? ഹി, ഷീ, ഇറ്റ്, ദേ അതൊക്കെയാണ് തേർഡ് പേഴ്സൺ. അപ്പോൾ ഹീൻ്റെ ഒപ്പം എന്ത് ഉപയോഗിക്കുന്നത്? വിൽ. ഹി വിൽ കം വിത്ത് മീ. ഹി വിൽ കം വിത്ത് മീ എന്ന് പറയാം. ഒരു ഫ്യൂച്ചർ ടെൻസ്. ഹി വിൽ കം വിത്ത് മീ. ഓക്കെ, അപ്പോൾ ഐ വിൻ്റെ ഒപ്പം ഷാൾ ഉപയോഗിക്കുന്നത്. മറ്റ് സെക്കൻഡ് തേർഡ് പേഴ്സൺ പ്രൊണൗണിൻ്റെ ഒപ്പം എന്താ ഉപയോഗിക്കുന്നത്? വില്ലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, വിൽ ഓർ ഷാളിൻ്റെ അടുത്തൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ടു ഡിനോട്ട് ത്രെറ്റ്, ഡിറ്റർമിനേഷൻ, കമാൻഡ്, പ്രോമിസ് എക്സെട്ര. ടു ഡിനോട്ട് പ്രോമിസ്, ത്രെറ്റ്, കമാൻഡ്, ഡിറ്റർമിനേഷൻ എക്സെട്ര. നമ്മൾ നേരത്തെ പഠിച്ചു സിമ്പിൾ ഫ്യൂച്ചർ കാണിക്കാൻ ഫസ്റ്റ് പേഴ്സൻ്റെ ഒപ്പം എന്താ ഉപയോഗിക്കുന്നത്? ഷാളാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് പേഴ്സൻ്റെ ഒപ്പമാണ് എന്ത് ഉപയോഗിക്കുന്നത്? വിൽ ഉപയോഗിക്കുന്നത് പഠിച്ചു. പക്ഷേ ഇതിന് നേരെ തിരിച്ചാണ്. അതായത് ടു ഡിനോട്ട് പ്രോമിസ്, ത്രെറ്റ്, ഡിറ്റർമിനേഷൻ കേസിൽ എന്താണ്? ഫസ്റ്റ് പേഴ്സൺ കാണിക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? വിൽ ഉപയോഗിക്കുന്നത്. സെക്കൻഡ് പേഴ്സൺ കാണിക്കാനാണ് ഷാൾ ഉപയോഗിക്കുന്നത്. സെക്കൻഡ് പേഴ്സൺ ആണെങ്കിൽ ഷാളാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് പേഴ്സൺ, അതായത് ഐ വിൻ്റെ ഒപ്പം എന്ത് ഉപയോഗിക്കുന്നത്? വില്ലാണ് ഉപയോഗിക്കുക ഈ കേസിൽ. ഫസ്റ്റ് പേഴ്സൺ പ്രൊണൗൺ വന്ന് എന്ത് ഉപയോഗിക്കും? വില്ല് ഉപയോഗിക്കുന്നതാണ്. ഇനി സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സൺ പ്രൊണൗൺ ഉദാഹരണം നോക്കാം. ഇപ്പം യു എന്ന സെക്കൻഡ് പേഴ്സൺ പ്രൊണൗൺ ആണ്. യു, ഹി, ഷീ, ഇറ്റ്, ദേ. ഹി, ഷീ, ഇറ്റ്, ദേ ഇതൊക്കെ തേർഡ് പേഴ്സൺ പ്രൊണൗൺ ആണ്. യു എന്ന് പറയുമ്പോൾ സെക്കൻഡ് പേഴ്സൺ ആണ്. ഇതിനൊപ്പം എന്താ ഉപയോഗിക്കുന്നത്? ഒരു ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ ത്രെറ്റ്, പ്രോമിസ് ഇതൊക്കെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഉപയോഗിക്കുന്നത്? ഷാളാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ടു ഡിനോട്ട് പ്രോമിസ്. ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ടു ഡിനോട്ട് പ്രോമിസ് കാണിക്കും. ഉദാഹരണം നോക്കാം. ഐ വിൽ ഹെൽപ്പ് യു. ഇതൊരു പ്രോമിസ് ആണ്. ഐ വിൽ ഹെൽപ്പ് യു. ഇവിടെ ഐ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേഴ്സൺ ആയതുകൊണ്ട് അതിൻ്റെ ഒപ്പം എന്താ ഉപയോഗിച്ചിരിക്കുന്നത്? വില്ല ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. യു ഷാൾ ബി awarded. ഇവിടെ യു എന്നത് സെക്കൻഡ് പേഴ്സൺ ആയതുകൊണ്ട് അതിന്റെ ഒപ്പം എന്താ ഉപയോഗിച്ചിരിക്കുന്നത്? ഷാളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക. യു ഷാൾ ബി awarded ഒരു പ്രോമിസ് ആണ്. രണ്ടും പ്രോമിസിന്റെ കേസാണ്. ഫസ്റ്റ് പേഴ്സണൊപ്പം വില്ലും സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സണൊപ്പം എന്താ ഉപയോഗിച്ചിരിക്കുന്നത്? ഷാൾ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ത്രെറ്റ് കാണിക്കാൻ ഭീഷണി. ഐ വിൽ ടീച്ച് യു എ ലെസൺ. ഒരു ത്രെറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പേഴ്സണൊപ്പം എന്താ ഉപയോഗിച്ചിരിക്കുന്നത്? വില്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സണൊപ്പം നോക്കാം. ഹി ഷാൾ ബി ഡിസ്മിസ്ഡ് ഫ്രം സർവീസ്. ഇവിടെ നോക്കൂ, തേർഡ് പേഴ്സൺ പ്രൊനൗൺ. തേർഡ് പേഴ്സണൊപ്പം എന്താ ഉപയോഗിച്ചിരിക്കുന്നത്? ഷാൾ ഉപയോഗിച്ചിരിക്കുന്നത്. ത്രെറ്റ് ആണ്. ഹി ഷാൾ ബി ഡിസ്മിസ്ഡ് ഫ്രം സർവീസ്. അടുത്തത് ഒരു ഡിറ്റർമിനേഷൻ കാണിക്കാനായിട്ട് എക്സാമ്പിൾ നോക്കാം. ഐ വിൽ വർക്ക് ഹാർഡ്. കണ്ടോ, ഒരു ഡിറ്റർമിനേഷൻ. ഫസ്റ്റ് പേഴ്സണൊപ്പം ഏതാ ഉപയോഗിച്ചിരിക്കുന്നത്? വില്ല ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് ഒരു കമാൻഡ് കാണിക്കാൻ നോക്കാം. യു ഷാൾ ഒബേ മൈ ഇൻസ്ട്രക്ഷൻസ്. കണ്ടോ, ഒരു കമാൻഡ് കാണിക്കാൻ ഇവിടെ എന്താ ഉപയോഗിച്ചിരിക്കുന്നത്? ഷാൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ അടുത്ത എക്സാമ്പിൾ നോക്കാം. യു ഷാൾ ലീവ് ദ റൂം അറ്റ് വൺസ്. കണ്ടോ, ഒരു കമാൻഡ് കാണിക്കാനാണ് ഇവിടെ. യു ഷാൾ ഒബേ മൈ ഇൻസ്ട്രക്ഷൻസ്. യു ഷാൾ ലീവ് ദ റൂം അറ്റ് വൺസ്. ഒരു കമാൻഡ് കാണിക്കാൻ ഇവിടെ എന്താ ഉപയോഗിച്ചിരിക്കുന്നത്? ഷാളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് കമ്പൽഷൻ കാണിക്കാനായിട്ട് എക്സാമ്പിൾ നോക്കാം. ഐ വിൽ ഫിനിഷ് this work by tomorrow. I will finish this work by tomorrow. കണ്ടോ, ഇവിടെ ഒരു കമ്പൽഷൻ കാണിക്കാൻ ഫസ്റ്റ് പേഴ്സണൊപ്പം ഏതാ ഉപയോഗിച്ചിരിക്കുന്നത്? വില്ല ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തത് ഷാൾ എക്സാമ്പിൾ നോക്കാം.
You shall be here for the meeting. You shall be here for the meeting. You shall be here for the meeting. ഇവിടെ ഒരു കമ്പൽഷൻ ആണ്. ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സൺ അപ്പോൾ ഏതാ ഉപയോഗിച്ചിരിക്കുന്നത്? ഷാൾ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. യു ഷാൾ ബി ഹിയർ ഫോർ ദ മീറ്റിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, അതായത് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ വരുമ്പോൾ ഷാള് വരുന്നത് എപ്പോഴാണ്? ഷാള് വരുന്നത് എപ്പോഴാണ്? ജസ്റ്റ് എന്ത് ഡിനോട്ട് ചെയ്യാൻ? സിമ്പിൾ ഫ്യൂച്ചർ ഡിനോട്ട് ചെയ്യാനാണ്. സിമ്പിൾ ഫ്യൂച്ചർ ഡിനോട്ട് ചെയ്യാനാണ് ഷാള് വരുന്നത്. പക്ഷേ ഫസ്റ്റ് പേഴ്സൺ അപ്പം വില്ലാണ് വരുന്നത്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ടു ഡിനോട്ട് പ്രോമിസ്, ത്രെറ്റ്, ഡിറ്റർമിനേഷൻ എക്സെട്ര. പ്രോമിസ്, ത്രെറ്റ് എക്സെട്ര. ഓക്കെ, ഇനി സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സണിനൊപ്പം ഷാള് വരികയാണെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് തന്നെ, ടു ഡിനോട്ട് ത്രെറ്റ്, പ്രോമിസ്, ഡിറ്റർമിനേഷൻ എക്സെട്ര. ഓക്കെ, എക്സെട്ര. സെക്കൻഡ് പേഴ്സൺ, സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സണിനൊപ്പം വില്ല് വരികയാണെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു സിമ്പിൾ ഫ്യൂച്ചർ ഡിനോട്ട് ചെയ്യാനാണ്. സിമ്പിൾ ഫ്യൂച്ചറാണ് ഡിനോട്ട് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സിമ്പിൾ ഫ്യൂച്ചർ കാണിക്കാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, ഫസ്റ്റ് പേഴ്സൻ്റെ ഒപ്പം ഷാൾ വരികയാണെങ്കിൽ സിമ്പിൾ ഫ്യൂച്ചർ ആണ്. വില്ല് വരികയാണെങ്കിൽ എന്താണ്? പ്രോമിസ്, ത്രെറ്റ്, ഡിറ്റർമിനേഷൻ കാണിക്കാനാണ്. സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സൻ്റെ ഒപ്പം ഷാൾ വരികയാണെങ്കിൽ അത് പ്രോമിസ്, ത്രെറ്റ്, ഡിറ്റർമിനേഷൻ എക്സെട്ര കാണിക്കാനാണ്. സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സൻ്റെ ഒപ്പം വില്ല് വരികയാണെങ്കിൽ എന്താണ്? അത് സിമ്പിൾ ഫ്യൂച്ചറാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. അടുത്ത ഷാൾ ഉപയോഗിക്കുന്നത് ഒരു ഇൻട്രോഗേറ്റീവ് സെന്റൻസ്, ഒരു സജഷൻ ചോദിക്കാനാണ്. അതായത് ഒരു സജഷൻ ഇൻ ഇൻട്രോഗേറ്റീവ് സെന്റൻസ്. എക്സാമ്പിൾ നോക്കാം. ഷാൾ വി ടോക്ക് ടു ദ മാനേജർ എന്ന് പറയാം. ഷാൾ വി ടോക്ക് ടു ദ മാനേജർ ഒരു സജഷനാണ്. ഷാൾ വി ടോക്ക് ടു ദ മാനേജർ. കണ്ടോ, ഒരു ഇൻട്രോഗേറ്റീവ് സെൻസ് ഒരു സജഷൻ ആയിട്ടാണ് ചോദിക്കുന്നത്. കണ്ടോ, ഷാൾ വി ടോക്ക് ടു ദ മാനേജർ. ഇവിടെ ഷാൾ ഉപയോഗിക്കും. ഓക്കെ, അടുത്തൊരു കേസ് പറയാം. ഒരു ഇംപറേറ്റീവ് സെന്റൻസ്, അത് ലെറ്റസിൽ തുടങ്ങുന്ന ലെറ്റസ് എന്ന് തുടങ്ങുന്ന ഒരു സെന്റൻസിൽ ഒരു ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് വരും. എക്സാമ്പിൾ നോക്കാം. ലെറ്റസ് ഡാൻസ് ടുഗെദർ. ലെറ്റസ് ഡാൻസ് ടുഗെദർ ഒരു ക്വസ്റ്റ്യൻ ടാഗ് shall we. Let us dance together, shall we. Okay, if two actions take place in future one after the other, if two action take place in future one after the other, first action എപ്പോഴും സിമ്പിൾ പ്രസന്റിലും സെക്കൻഡ് ആക്ഷൻ എപ്പോഴും സിമ്പിൾ ഫ്യൂച്ചറിലും ആയിരിക്കും കാണിക്കുന്നത്. ഫസ്റ്റ് ആക്ഷൻ സിമ്പിൾ പ്രസന്റിലും സെക്കൻഡ് ആക്ഷൻ എന്തിനാണ് കാണിക്കുന്നത്? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലാണ് കാണിക്കേണ്ടത്. എക്സാമ്പിൾ നോക്കാം. If I will come, I will meet you. If I will come, I will meet you. ഇത് രണ്ടും ഫ്യൂച്ചർ ആണ്. If I will come, I will meet you. ഈ സെന്റൻസ് ശരിയാണോ തെറ്റാണോ? ഈ സെന്റൻസ് തെറ്റാണ്. കണ്ടോ, രണ്ട് സെന്റൻസ് ഫ്യൂച്ചർ കാണിക്കുന്നത്. ഫ്യൂച്ചറിൽ കാണിക്കുമ്പോൾ ഫസ്റ്റ് സെന്റൻസ് എന്ത് ടെൻസിലായിരിക്കണം? സിമ്പിൾ പ്രസന്റിലും സെക്കൻഡ് സിമ്പിൾ ഫ്യൂച്ചറിലും ആയിരിക്കണം. അപ്പൊ എന്ത് വരും? ഇഫ് ഐ വിൽ കം അല്ല, ഇഫ് ഐ കം I will meet you എന്ന് മതി. ഇഫ് ഐ കം ഐ വിൽ മീറ്റ് യു. കണ്ടോ, ഇവിടെ ഫസ്റ്റ് സിമ്പിൾ പ്രസന്റിൽ കാണിച്ചാൽ മതി, സെക്കൻഡ് സിമ്പിൾ ഫ്യൂച്ചറിൽ. ഓക്കെ, ഇത് ശരിയായ സെന്റൻസ്. ഇഫ് ഐ കം ഐ വിൽ മീറ്റ് യു. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന മോഡലാണ് വുഡ്. ഓക്കെ, വുഡ് എന്നത് വുഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യൂസ് പറയുന്നത് ഒരു പാസ്റ്റ് ഹാബിറ്റ് ഡിനോട്ട് ചെയ്യാനാണ്. പാസ്റ്റ് ഹാബിറ്റ് സൂചിപ്പിക്കാനാണ്. എക്സാമ്പിൾ നോക്കാം. When I was a kid, I would go to school by bus. When I was a kid, I would go to school by bus. ഇവിടെ ഒരു പാസ്റ്റ് കണ്ട, ഒരു പാസ്റ്റ് സൂചിപ്പിക്കാനാണ്. അതായത് ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ബസ്സിലാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. I would go to school by bus. ഓക്കെ, ഇവിടെ എന്താണ്? ഒരു പാസ്റ്റ് ഹാബിറ്റ് ആണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത വുഡിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ടു ഡിനോട്ട് ഫ്യൂച്ചർ ഇൻ ദ പാസ്റ്റ്. എന്താണ് ടു ഡിനോട്ട് ഫ്യൂച്ചർ ഇൻ ദ പാസ്റ്റ്? ഓക്കെ, എക്സാമ്പിൾ നോക്കാം. She told me that she told me that she would give me money. She told me that she would give me money. അതായത്
ഫ്യൂച്ചർ ഇൻ ദ പാസ്റ്റ്. ഇവിടെ നോക്കുക, അവള് എന്നോട് പറഞ്ഞിരുന്നു, അവൾ എന്നോട് പറഞ്ഞു അവള് എനിക്ക് പൈസ തരുമെന്ന്. ഒരു ഫ്യൂച്ചർ ഇൻ ദ പാസ്റ്റ്, അതായത് ഒരു പാസ്റ്റിൽ ഒരു കാര്യം ഫ്യൂച്ചറായിട്ട് പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്യൂച്ചർ ഇൻ ദ പാസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പൈസ തരുമെന്ന് ഫ്യൂച്ചർ, അതായത് ഫ്യൂച്ചർ ഇൻ ദ പാസ്റ്റ്, ഒരു പാസ്റ്റിലുള്ളൊരു ഫ്യൂച്ചർ കാണിക്കാനാണ് എന്തുപയോഗിക്കുന്നത് ഇവിടെ, വുഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഒരു പ്രോബബിലിറ്റി കാണിക്കാൻ, അതായത് ഉദാഹരണം നോക്കൂ, ഹി വുഡ് ബി സ്ലീപ്പിംഗ്, അവൻ ഉറങ്ങുമായിരിക്കും. ഹി വുഡ് ബി സ്ലീപ്പ്, ഒരു പ്രോബബിലിറ്റി, അവൻ ഉറങ്ങുമായിരിക്കും. ഹി വുഡ് ബി സ്ലീപ്പിംഗ് അവിടെ ഒരു പ്രോബബിലിറ്റി കാണിക്കാനായിട്ട് വുഡ് ഉപയോഗിക്കുന്നു. അടുത്തത് ഒരു വിഷ് കാണിക്കാൻ എക്സാമ്പിൾ നോക്കാം. വിഷ്, അതായത് I would like to talk to the manager. ഒരു വിഷ് കാണിക്കാനാണ്. I would like to talk to the manager. കണ്ടോ, ഒരു വിഷ് കാണിക്കാനാണ് വുഡ് ഉപയോഗിക്കുന്നത്. അടുത്തത് ഒരു പൊളൈറ്റ് റിക്വസ്റ്റ്, ഒരു വിനയത്തോടെയുള്ളൊരു റിക്വസ്റ്റ് പറയാം. എക്സാമ്പിൾ നോക്കാം. വുഡ് യു ഹെൽപ്പ് മീ, ഒരു പൊളൈറ്റ് റിക്വസ്റ്റ് ആണ്. വുഡ് യു ഹെൽപ്പ് മീ. ഓക്കെ, ഒരു പൊളൈറ്റ് റിക്വസ്റ്റ് കാണിക്കാനായിട്ട് വുഡ് ഉപയോഗിക്കുന്നത്. വുഡ് യു ഹെൽപ്പ് മീ, ഒരു പൊളൈറ്റ് റിക്വസ്റ്റ്. ഇനി അടുത്തത് റാദറിൻ്റെ ഒപ്പം ഒരു ചോയ്സ് കാണിക്കാനായിട്ട് ഉപയോഗിക്കും. റാദറിൻ്റെ ഒപ്പം ഒരു ചോയ്സ് കാണിക്കാനായിട്ട് ഉപയോഗിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഹി വുഡ് റാദർ ഡൈ ദാൻ ബെഗ്. ഇവിടെ ഒരു ചോയ്സ് കാണിക്കുക, റാദറിന്റെ ഒരു ചോയ്സ് കാണിക്കുക. ഹി വുഡ് റാദർ ഡൈ ദാൻ ബെഗ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? വുഡിന്റെ ഡിഫറെന്റ് യൂസേജ് ആണ്. ഒന്നാമത്തെ സെന്റൻസ് എന്താണ് പറഞ്ഞത്, ഒരു പാസ്റ്റ് ഹാബിറ്റ് കാണിക്കാനായിരുന്നു. രണ്ടാമത്തെ എന്താണ്, ഒരു ഫ്യൂച്ചർ ഇൻ ദ പാസ്റ്റ് കാണിക്കാൻ. മൂന്നാമത്തെ പറയുമ്പോൾ ഒരു പ്രോബബിലിറ്റി കാണിക്കാൻ. ഹി വുഡ് ബി സ്ലീപ്പ്, ഒരു പ്രോബബിലിറ്റി ആണ് കാണിക്കുന്നത്. നാലാമത്തെ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു വിഷ് ആണ് കാണിക്കുന്നത്. ഐ വുഡ് ലൈക്ക് ടു ഒരു വിഷ് ആണ് കാണിക്കുന്നത്. ഓക്കെ, അഞ്ചാമത്തെ എന്താ കാണിക്കുന്ന, ഒരു പൊളൈറ്റ് റിക്വസ്റ്റ് കാണിക്കുന്നു. ആറാമത്തെ പറയുമ്പോൾ റാദറിനൊപ്പം ഒരു ചോയ്സ് ആയിട്ട് പറയുന്നു. ഉദ്ദേശിക്കുന്നു. ഹി വുഡ് റാദർ ഡൈ ദാൻ ബെഗ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തത് വുഡിന്റെ അടുത്തൊരു യൂസ് എന്ന് പറയുമ്പോൾ ഒരു ഇമാജിനേറ്റീവ് സെന്റൻസ് ഉപയോഗിക്കും. ഒരു ഇമാജിനേറ്റീവ് സെന്റൻസിൽ എക്സാമ്പിൾ നോക്കാം. If I were a bird, I would fly in the sky. If I were a bird, ഒരു ഇമാജിൻ ചെയ്യണം. ഇത് ഇമാജിനേറ്റീവ് സെന്റൻസ് ആണ്. If I were a bird, I would fly in the sky. If I were a bird, I would fly in the sky. കണ്ടോ, അവിടെ വുഡ് ആണ് ഉപയോഗിച്ചത്. I would fly in the sky. അടുത്തൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്, if the sentence is in past, it would continue in past. അതായത് സെന്റൻസ് പാസ്റ്റിലാണെങ്കിൽ അത് പാസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. എക്സാമ്പിൾ നോക്കാം. He hoped that he will pass. He hoped that he will pass. ഈ സെന്റൻസ് ശരിയാണോ തെറ്റാണോ? സെന്റൻസ് തെറ്റാണ്. He hoped that he will pass എന്നല്ല. He hoped that he would pass എന്ന് പറയണം. He hoped that he would pass എന്ന് പറയണം. കാരണം എന്താണ്, ഈ സെന്റൻസ് പാസ്റ്റിലാണെങ്കിൽ എന്താ പറഞ്ഞത് നമ്മൾ, അത് പാസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇവിടെ ഹി ഹോപ്ഡ് ദാറ്റ് കണ്ടോ, ഒരു പാസ്റ്റ് സെന്റൻസ് ആണ്, അത് എന്ത് കണ്ടിന്യൂ ചെയ്യണം, പാസ്റ്റിൽ തന്നെ. ഹി വിൽ പാസ് അല്ല, ഹി വുഡ് പാസ് എന്ന് പറയണം. ഓക്കെ, ഇത് സ്പോട്ട് ദി എറർ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഹി ഹോപ്ഡ് ദാറ്റ് ഹി വുഡ് പാസ്, അതായത് സെന്റൻസ് പാസ്റ്റിലാണെങ്കിൽ അത് പാസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം. അടുത്ത ഡിസ്കസ് ചെയ്യുന്ന മോഡലാണ് ഷുഡ്. ഓക്കെ, ഷുഡിന് ആദ്യത്തെ യൂസ് പറയുമ്പോൾ അതൊരു എന്ത് കാണിക്കുക, നമുക്കറിയാം, ഒരു സജഷൻ അല്ലെങ്കിൽ ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഒരു ഒബ്ലിഗേഷൻ കാണിക്കുക. ഒരു സജഷൻ, അഡ്വൈസ്, ഒബ്ലിഗേഷൻ. എന്താണ് സജഷൻ, അഡ്വൈസ്, ഒബ്ലിഗേഷൻ കാണിക്കാൻ. എക്സാമ്പിൾ നോക്കാം. യു ഷുഡ് സ്റ്റഡി
English. You should study English. You should study English. Okay. അടുത്തൊരു എക്സാമ്പിൾ. You should not laugh at his mistake. You should not laugh at his mistake. അപ്പോൾ ആദ്യം എന്താ പറഞ്ഞ ഒരു സജഷൻ അല്ലെങ്കിൽ ഒരു അഡ്വൈസ് ഒബ്ലിഗേഷൻ കാണിക്കാനായിട്ട് ഷുഡ് ഉപയോഗിക്കും. ഒരു സജഷൻ, അഡ്വൈസ് അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ കാണിക്കാൻ. ഓക്കെ. അടുത്ത ഷുഡിന്റെ യൂസ് എന്ന് പറയുമ്പോൾ ഓബ്ലിഗേഷൻ ഇൻ ദ പാസ്റ്റ്. ഓബ്ലിഗേഷൻ ഇൻ ദ പാസ്റ്റ് പക്ഷേ നോൺ പെർഫോമൻസ് ഓഫ് ആക്ഷൻ, അതായത് അത് ഉദ്ദേശിച്ച കാര്യം ചെയ്തില്ല. നോക്കാം. യു ഷുഡ് ഹാവ് സ്റ്റാൻഡ് ബൈ യുവർ ബ്രദർ. യു ഷുഡ് ഹാവ് സ്റ്റാൻഡ് ബൈ യുവർ ബ്രദർ. ഇവിടെ ബ്രദറിന്റെ കൂടെ നിന്നില്ല എന്നാണ് പറയുന്നത്. നിൽക്കണമായിരുന്നു. യു ഷുഡ് ഹാവ് സ്റ്റാൻഡ് ബൈ യുവർ ബ്രദർ. നീ ബ്രദറിന്റെ കൂടെ നിൽക്കണമായിരുന്നു. ഓക്കെ. യു ഷുഡ് ഹാവ് സ്റ്റാൻഡ് ബൈ യുവർ ബ്രദർ, പക്ഷെ നിന്നില്ല. ദ ആക്ഷൻ ഡിഡ് നോട്ട് ടേക്ക് പ്ലേസ്. ഓക്കെ. ഇവിടെ എന്താ കാണിക്കുന്നത്? ഒബ്ലിഗേഷൻ ഇൻ ദ പാസ്റ്റ്. ഒരു പാസ്റ്റിലൊരു ഒബ്ലിഗേഷൻ കാണിക്കുന്നത്, അതായത് നമ്മൾ ചെയ്യേണ്ടിരുന്ന ഒരു കാര്യം ചെയ്തില്ല. യു ഷുഡ് ഹാവ് സ്റ്റാൻഡ് ബൈ യുവർ ബ്രദർ. അടുത്തത് ഒരു ഇഫിന്റെ സ്ഥാനത്ത് നമുക്ക് ഇൻ പ്ലേസ് ഓഫ് ഇഫ് നമുക്ക് ഷുഡ് ഉപയോഗിക്കാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ should you work hard, you will get success. അത് നമ്മൾ ഇഫിന്റെ സ്ഥാനത്ത് ഷുഡ് യു വർക്ക് ഹാർഡ്, ഇഫ് യു വർക്ക് ഹാർഡ് എന്ന് പറയുന്ന പകരം ഷുഡ് യു വർക്ക് ഹാർഡ് യു വിൽ ഗെറ്റ് സക്സസ് എന്നും പറയാറുണ്ട്. ഓക്കെ. അടുത്തത് ഒരു പർപ്പസ്. പർപ്പസ് വിത്ത് ലെസ്റ്റ്. ലെസ്റ്റിന് കൂടെ പറയും. എക്സാമ്പിൾ നോക്കാം. Walk carefully lest you should fall. Walk carefully lest you should fall. Okay. Walk carefully lest you should fall. ഇവിടെ ലെസ്റ്റിന്റെ കൂടെ എന്ത് ഉപയോഗിക്കണം? എപ്പോഴും ഷുഡ് എന്ന് ഉപയോഗിക്കണം. Walk carefully lest you should fall. അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മോഡലാണ് out to. ഓക്കെ. ഔട്ട് ടു എപ്പോഴും ഔട്ടിൻ്റെ കൂടെ ടു എന്ന് ആഡ് ചെയ്യണം. ടു ഔട്ട് എന്ന് ഒറ്റയ്ക്ക് പറയില്ല. ഔട്ടിൻ്റെ കൂടെ എപ്പോഴും എന്ത് പറയണം? ടു എന്ന് പറയണം. ഔട്ട് ടു എന്ന് പറയണം. പ്രധാനപ്പെട്ട ഔട്ട് ടുവിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു മോറൽ ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടി കാണിക്കാനാണ്. എക്സാമ്പിൾ പറയാം. യു ഔട്ട് ടു റെസ്പെക്ട് യുവർ പാരൻസ്. You ought to respect your parents. Okay, you ought to respect your parents. അല്ലെങ്കിൽ you ought to take care of your parents. You ought to take care of your parents. അപ്പോൾ തന്നെ ഒരു ഉദാഹരണം കൂടെ പറയുകയാണെങ്കിൽ you ought to love your country. You ought to love your country. ഇതൊക്കെ ഒരു മോറൽ ഒബ്ലിഗേഷൻ ആണ്. ഒരു മോറൽ ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടി കാണിക്കാനാണ്. മോറൽ ഒബ്ലിഗേഷൻ ഡ്യൂട്ടി കാണിക്കാനാണ്. You ought to respect your parents. You ought to love your country. ഓക്കെ. അടുത്ത പറയാൻ പോകുന്നത് ഔട്ട് ടു പ്ലസ് ഹാവ്. ഔട്ട് ടു പ്ലസ് ഹാവ് എപ്പോൾ ഉപയോഗിക്കുന്നത്? ഒരു പാസ്റ്റ് ഒബ്ലിഗേഷൻ, പക്ഷെ അത് ഫുൾഫിൽ ചെയ്തില്ല. ഒരു പാസ്റ്റ് ഒബ്ലിഗേഷൻ ആയിരുന്നു, പക്ഷെ നമ്മളത് എന്ത് ചെയ്തില്ല? ഫുൾഫിൽ ചെയ്തില്ല. എക്സാമ്പിൾ നോക്കാം. യു ഔട്ട് ടു ഹാവ് ടേക്കൺ കെയർ of your parents. You ought to have taken care of your parents. ഒരു മോറൽ ഒബ്ലിഗേഷൻ, പാസ്റ്റ് മോറൽ ഒബ്ലിഗേഷൻ ആണ്, പക്ഷെ എന്ത് ചെയ്തില്ല? ഫുൾഫിൽ ചെയ്തില്ല. അതായത് നീ നിന്റെ പാരൻസിനെ നന്നായി നോക്കണമായിരുന്നു, പക്ഷെ നീ നോക്കിയില്ല. ഒരു പാസ്റ്റ് ആണ്, ഒരു പാസ്റ്റ് ഒബ്ലിഗേഷൻ ആയിരുന്നു, പക്ഷെ അത് എന്ത് ചെയ്തില്ല? ഫുൾഫിൽ ചെയ്തില്ല. അടുത്തത് ഒരു എക്സാമ്പിൾ പറയാം. യു ഔട്ട് not to have smoked in the bus. You ought not to have smoked in the bus. നീ ബസ്സിൽ പുക വലിക്കരുതായിരുന്നു. You ought not to have smoked in the bus. പക്ഷെ പുക വലിച്ചു. അതുകൊണ്ടാണ് പറയുന്നത് ഒരു പാസ്റ്റ് ഒബ്ലിഗേഷൻ ആയിരുന്നു, പക്ഷെ അത് എന്ത് ചെയ്തില്ല? ഫുൾഫിൽ ചെയ്തില്ല. You ought not to have smoked in the bus. നമ്മൾ അടുത്തായി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മോഡൽ എന്ന് പറയുമ്പോൾ, മോഡൽ ഓക്സിലറി വെർബ് എന്ന് പറയുമ്പോൾ മസ്റ്റ് ആണ്. മസ്റ്റ്. ഓക്കെ.
മസ്റ്റിന്റെ ആദ്യത്തെ യൂസ് പറയുമ്പോൾ ഒരു കമ്പൽഷൻ കാണിക്കുക, അതായത് കമ്പൽഷൻ ഒരു നിർബന്ധം കാണിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഒരു കമ്പൽഷൻ, അതായത് ഇപ്പൊ നോക്കൂ, യു മസ്റ്റ് ഫോളോ ദീസ് ഇൻസ്ട്രക്ഷൻസ്. നിങ്ങൾ തീർച്ചയായും ഈ ഇൻസ്ട്രക്ഷൻ പാലിക്കുക. യു മസ്റ്റ് ഫോളോ ഒരു നിർബന്ധം, കമ്പൽഷൻ കാണിക്കാനാണ് മസ്റ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തത് ഡിറ്റർമിനേഷൻ കാണിക്കാൻ. ഒരു ഡിറ്റർമിനേഷൻ കാണിക്കാൻ. ഡിറ്റർമിനേഷൻ എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ മസ്റ്റ് ഹെൽപ്പ് ഹിം. ഞാൻ അവരെ തീർച്ചയായും സഹായിക്കണം. ഡിറ്റർമിനേഷൻ, ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ കാണിക്കാനാണ് മസ്റ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തത് ഒരു സ്ട്രോങ് പോസിബിലിറ്റി പറയാം. ഒരു സ്ട്രോങ് പോസിബിലിറ്റി കാണിക്കാനായിട്ട് മസ്റ്റ് ഉപയോഗിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീ മസ്റ്റ് ബി വർക്കിംഗ് in the office now. She must be working in the office now. തീർച്ചയായിട്ടും ഓഫീസിൽ വർക്ക് ചെയ്യായിരിക്കും. ഒരു മസ്റ്റ് ബി എന്ന് പറയുമ്പോൾ ഒരു സ്ട്രോങ് പോസിബിലിറ്റി കാണിക്കുക. സ്ട്രോങ് പോസിബിലിറ്റി നമ്മൾ മേ എന്ന് പറയുമ്പോൾ ഒരു പോസിബിലിറ്റി കാണിക്കാൻ. മൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു അത്ര വലിയ പോസിബിലിറ്റി, ലെസ് പോസിബിലിറ്റി കാണിക്കാനാണ് മൈറ്റ് ഉപയോഗിക്കുന്നത്. ഒരു പോസിബിലിറ്റി പറയാനാണ് മേ ഉപയോഗിക്കുന്നത്. പക്ഷെ ഒരു സ്ട്രോങ് പോസിബിലിറ്റി കാണിക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത്, മസ്റ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തത് ഒരു ഓർഡർ ആയിട്ട് പറയാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യു മസ്റ്റ് ലീവ് നൗ. ഇതൊരു ഓർഡർ ആണ്. ഒരു ഓർഡർ സൂചിപ്പിക്കാനായിട്ട് മസ്റ്റ് ഉപയോഗിക്കും. ഓക്കെ, അടുത്തത് മസ്റ്റ് പ്ലസ് ഹാവ് എപ്പോഴും ഉപയോഗിക്കുന്നത്. മസ്റ്റ് പ്ലസ് ഹാവ് ഉപയോഗിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഒരു പാസ്റ്റ് ആക്ഷൻ പക്ഷെ അത് എന്ത് ചെയ്തില്ല, ഫുൾഫിൽ ചെയ്തില്ല. പാസ്റ്റ് ആക്ഷൻ ഫുൾഫിൽ ചെയ്തു. ഒരു നോൺ പെർഫോംഡ് പാസ്റ്റ് ആക്ഷൻ കാണിക്കാനാണ് മസ്റ്റ് പ്ലസ് ഹാവ് ഉപയോഗിക്കുന്നത്. ഒരു നോൺ പെർഫോംഡ് പാസ്റ്റ് ആക്ഷൻ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ മസ്റ്റ് ഹാവ് ഹെൽപ്ഡ് ഹിം എന്ന് പറഞ്ഞാല് ഞാൻ അവനെ തീർച്ചയായും സഹായിക്കേണ്ടതായിരുന്നു. ഐ മസ്റ്റ് ഹാവ് ഹെൽപ്ഡ് ഒരു പാസ്റ്റ് ആണ്. ഐ മസ്റ്റ് ഹാവ് ഹെൽപ്ഡ് എന്ന് പറയുമ്പോൾ സഹായിച്ചില്ല, പക്ഷെ സഹായിക്കേണ്ടതായിരുന്നു. ഐ മസ്റ്റ് ഹാവ് ഹെൽപ്ഡ് ഹിം. ഓക്കെ, അടുത്ത ഓക്സിലറി വെർബ്, അടുത്ത മോഡൽ പറയാൻ പോകുന്നത് യൂസ്ഡ് ടു ആണ്. യൂസ്ഡ് ടു പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് പാസ്റ്റ് ഹാബിറ്റ് കാണിക്കാനാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹി യൂസ്ഡ് ടു സ്റ്റഡി ടിൽ 12 PM. He used to study till 12 PM എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് ഹാബിറ്റ് ആണ്. ഇപ്പൊ അങ്ങനെ ആയിരുന്നില്ല, അവൻ നേരത്തെ 12 മണിയെ പഠിക്കുമായിരുന്നു. He used to study till 12 PM എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് ഹാബിറ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അടുത്ത് പറയാൻ പോകുന്നത് be used to. ഒരു പതിവായ കാര്യം അല്ലെങ്കിൽ ഒരു ശീലമായ കാര്യം പറയാനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും, be used to plus V1 plus ing ഉപയോഗിക്കും. V1 plus ing, be used to plus V1 plus ing. അതായത് നമ്മൾ accustomed to, നമ്മൾ അത് ശീലമായി കഴിഞ്ഞൊരു കാര്യം പറയാൻ accustomed to എന്ന് പറഞ്ഞിട്ട് അതിന് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കും, accustomed to എന്ന് പറയാനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും, be used to plus V1 plus ing, be used to plus V1 plus ing ഉപയോഗിക്കും. നമ്മളൊരു പതിവ് കാര്യം, ശീലമായ ഒരു കാര്യം അല്ലെങ്കിൽ ഹാബിച്വൽ ആക്ഷൻ പറയാനായിട്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ he is used to getting up early. He is used to getting up early എന്ന് പറയും. അതായത് ഒരു he is accustomed to getting up early. Okay, I am used to getting up late in the morning. ഇതൊരു ഹാബിച്വൽ ആക്ഷൻ പറയാനാണ്. ഓക്കെ, ഒരു accustomed to എന്നുള്ള അർത്ഥത്തിൽ പറയാനാണ്, ഒരു ഹാബിച്വൽ ആക്ഷൻ പറയാനാണ് യൂസ്ഡ് ടു പ്ലസ് V1 പ്ലസ് ing ഉപയോഗിക്കുന്നത്. യൂസ്ഡ് ടു പ്ലസ് V1 പ്ലസ് ing. അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ട് മോഡൽസ് പറയുമ്പോൾ നീഡും ഡെയറുമാണ്. നീഡ് ആൻഡ് ഡെയർ. ഓക്കെ, ഈ രണ്ടിനെയും പ്രത്യേകത എന്ന് പറയുമ്പോൾ രണ്ടും മോഡൽസ് ആയിട്ടും ഓക്സിലറി വെർബായിട്ട് ഉപയോഗിക്കും. എന്തായിട്ട് ഉപയോഗിക്കും, മെയിൻ വെർബായിട്ട് ഉപയോഗിക്കും. ഓക്സിലറി വെർബായിട്ട് ഉപയോഗിക്കും, മെയിൻ വെർബായിട്ട് ഉപയോഗിക്കും. നമുക്ക് ആദ്യം നീഡിന്റെ യൂസേജ് പറയാം. നീഡ് എന്ന് പറയുമ്പോൾ ഒരു റിക്വയർമെന്റ് അല്ലെങ്കിൽ നെസസിറ്റി അല്ലെങ്കിൽ റിക്വയർമെന്റ് കാണിക്കാനാണ് നീഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ നീഡ് ടു ഹെൽപ്പ് ഹിം. ഇവിടെ നീഡ് എന്ന് പറയുമ്പോൾ മോഡലായിട്ടാണ്, ഓക്സിലറി വെർബായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഹെൽപ്പ് എന്നാണ് മെയിൻ വെർബ്. ഓക്കെ, നീഡ് എന്ന് പറയുമ്പോൾ ഓക്സിലറി വെർബാണ്, ഹെൽപ്പ് എന്ന് പറയുമ്പോൾ മെയിൻ വെർബാണ്. അടുത്തൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യു നീഡ് നോട്ട് come tomorrow.
യു നീഡ് നോട്ട് കം ടുമോറോ. നീഡ് മെയിൻ വെർബായിട്ട് ഉപയോഗിക്കുന്ന സെന്റൻസ് നമുക്ക് എക്സാമ്പിൾ പറയാം. ഐ നീഡ് എ പെൻ എന്ന് പറയാം. ഐ നീഡ് എ പെൻ എന്ന് പറയാം. ഓക്കെ, ഇവിടെ നീഡ് എന്ന് പറയുമ്പോൾ എന്തായിട്ടാണ്? മെയിൻ വെർബായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് നീഡ് നോട്ട് പ്ലസ് ഹാവ്. നീഡ് നോട്ട് പ്ലസ് ഹാവ്. നീഡ് നോട്ട് പ്ലസ് ഹാവ് എപ്പോഴും ഉപയോഗിക്കും വെച്ചാൽ ആക്ഷൻ വിച്ച് വാസ് നോട്ട് നെസസറി, അതായത് ഒരു നെസസറി അല്ലാത്ത ആക്ഷൻ ബട്ട് ഹാസ് പെർഫോംഡ്, അതൊരു പെർഫോം ചെയ്ത് കഴിഞ്ഞു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യു നീഡ് നോട്ട് ഹാവ് ഗോൺ ദെയർ എന്ന് പറയും. യു നീഡ് നോട്ട് ഹാവ് ഗോൺ ദെയർ. ഓക്കെ, നീ അവിടെ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. യു നീഡ് നോട്ട് ഹാവ് ഗോൺ ദെയർ. നീ അവിടെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. യു നീഡ് നോട്ട് ഹാവ് ഗോൺ ദെയർ. നീ അവിടെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. യു നീഡ് നോട്ട് ഹാവ് ഗോൺ ദെയർ. പക്ഷേ പോയി കഴിഞ്ഞു, ആക്ഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞു, പക്ഷേ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് സൂചിപ്പിക്കാനാണ് നീഡ് നോട്ട് ഹാവ് എന്ന് ഉപയോഗിക്കുന്നത്. ഓക്കെ.